രാജപ്പൻ, നമുക്ക് പറയാൻ വാക്കുകളില്ല, ആശ്വസിപ്പിക്കാൻ കഴിയില്ല. മിഥുൻ്റെ ഈ അപകടത്തിന് വഴിവെച്ചത് എന്താണ്? താങ്കൾക്ക് താങ്കൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട് രാജപ്പൻ? ഇത് പള്ളിക്കൂടത്തിൻ്റെ ഇതാന്നാ പറയുന്നത്. അവർ ഈ ലൈൻ ഇങ്ങനെ കിടക്കുന്നതിൻ്റെ പേരിൽ അവരുടെ ശ്രദ്ധ, മാനേജ്മെൻറ്റ് ശ്രദ്ധ കുറവാണെന്നാണ് പറയുന്നത്. ഇവിടെ എല്ലാവരും പറയുന്നത് എങ്ങനെ, എനിക്ക് അതിനെപ്പറ്റി നല്ലപോലെ അറിയത്തില്ല. ഞാൻ പോയി കണ്ടില്ല, പോയി കണ്ടവരും പറയുന്നുണ്ട് ലൈനിൻ്റെ കുഴപ്പം മാനേജ്മെൻറ്റിൻ്റെ കുഴപ്പമാണെന്ന്. ഈ മിഥുൻ മറ്റൊരു കുട്ടിയുടെ ചെരുപ്പ് അവിടെ ഈ പോയപ്പോൾ അത് എടുക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. എനിക്കൊന്നു കൂട്ടുകാരൊക്കെ മിഥുനോട് അവിടേക്ക് ഇറങ്ങണ്ട എന്ന് പറഞ്ഞിരുന്നു അല്ലേ? അങ്ങനെ കുഞ്ഞിന് ചെരുപ്പെടുക്കാൻ, കൂട്ടുകാരൻ്റെ ചെരുപ്പെടുക്കാനായിട്ട് കയറിപ്പോയതാണ്. അങ്ങനെ ഇറങ്ങി വന്നപ്പം ഇറങ്ങി വന്ന് കാല് തെറ്റിയപ്പം കയറി പിടിച്ചെന്നാണ് പറയുന്നത്. അവിടെ ചെന്ന് അന്വേഷിച്ചൊരു കടകളിൽ പറഞ്ഞു ഞാനെന്നാ പറയുന്നത്. ഈ ഷെഡിന്റെ മുകളിലുള്ള ഒരു ആസ്ബസ്റ്റോസ് ഷീറ്റാണ് തോന്നുന്നു ഇട്ടിരിക്കുന്നത്. അതിന്റെ മുകളിലേക്കാണല്ലോ മിഥുൻ ഇറങ്ങിയത്. അപ്പോൾ അവിടെ അങ്ങോട്ടേക്ക് കടക്കുന്ന ഭാഗത്ത് പ്രത്യേകിച്ച് മറയൊന്നും ഇല്ലായിരുന്നു അല്ലേ? ഏതൊരു ബെഞ്ച് മാത്രമേ അവിടെ ഇട്ടിരുന്നുള്ളൂ തോന്നുന്നു. ഇല്ല, മറയൊന്നുമില്ല. 10 സീറ്റ് ഇട്ടേക്കുക. എന്നിട്ട് അതിൻ്റെ പുറത്തുനിന്ന് ഈ ലൈനുമായിട്ട് സകലം പൊക്കയുള്ളു. അത് ആ സീറ്റിൻ്റെ പുറത്തിരുന്ന കൈമുട്ടും, ആ രീതിക്കുള്ള പൊക്കയുള്ളു. ഈ പ്രശ്നം നിങ്ങൾ ആരെങ്കിലും ഇതിനു മുൻപ് അത് മാനേജ്മെന്റ് അത് ശ്രദ്ധിക്കേണ്ടതായിരുന്നു. അതെ. അല്ല രാജപ്പൻ, ഈ പ്രശ്നം സ്കൂൾ മാനേജ്മെന്റിന് ഇതിനു മുമ്പ് ആരെങ്കിലും, രക്ഷിതാക്കൾ ആരെങ്കിലും അറിയിച്ചിരുന്നതായി താങ്കൾക്ക് അറിയുമോ? ആരെങ്കിലും പറഞ്ഞിരുന്നോ സ്കൂൾ മാനേജ്മെന്റിനോട് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെന്നുള്ള കാര്യം? ഇല്ല, ഇതിനെപ്പറ്റി നേരത്തെ കണ്ട കാരണ്ടൊക്കെ പറഞ്ഞിട്ടെന്ന് പറയുന്നിട്ട്, എന്നിട്ട് അവരതിനെപ്പറ്റി ശ്രദ്ധിച്ചില്ലെന്നൊക്കെയാ പറയുന്നത്. അതിനിപ്പോൾ എന്തുവാന്നുള്ള കറക്റ്റ് വിവരം എനിക്കറിയത്തില്ല. മിഥുനെ ഇന്ന് രാവിലെ താങ്കൾ കണ്ടിരുന്നോ? ഇല്ല, ഞാൻ അങ്ങോട്ട് പോയിട്ടില്ല. ഞാൻ ആ കുഞ്ഞിൻ്റെ കൂടെ ആശുപത്രിയിലായിരുന്നു. കുഞ്ഞിൻ്റെ അടുത്ത് വേറെ ആരാണ്ടൊക്കെ പോയി തിരക്കിയപ്പോൾ ഞാൻ പറഞ്ഞേക്കുന്നതും കണ്ടതുമൊക്കെ. മിഥുൻ്റെ മാതാപിതാക്കൾ, അവരെ കുടുംബത്തെ പറ്റി എന്തൊക്കെ അറിയാം? അപ്പോൾ അമ്മ മറ്റന്നാളാണ് തിരിച്ചെത്തുക അല്ലേ, തിരുവനന്തപുരത്ത് എത്തുന്നത്? വരുന്ന കാര്യത്തെപ്പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല. വിവരങ്ങൾ അറിഞ്ഞിട്ടുണ്ട്, എന്ന് വരുമെന്ന് തന്തയ്ക്ക് ഈ അച്ഛനെന്ന് പറഞ്ഞ ആളാണെങ്കിൽ സുഖമില്ലാത്തൊരു പാർട്ടി. അയാൾക്ക് ഈ മൂലക്കുരുൻ്റെ അസുഖമൊക്കെ ഉള്ളതാണ്. അങ്ങനെ അയാൾക്ക് സുഖമില്ലാത്തൊരു കക്ഷിയും കൂടെ ആയത്. ഈ കുഞ്ഞുങ്ങളെ നോക്കാൻ വേണ്ടി തള്ള ഇങ്ങനെ പോയത്. നാട്ടിൽ തൊഴിലുറപ്പിനും ആരെങ്കിലുമൊക്കെ വീട്ടുകളിൽ പാത്രം കഴുകി കൊടുക്കാനും പോച്ച എത്താനും ഒക്കെ പോയി അങ്ങനെയൊക്കെയാണ് ഈ കുഞ്ഞുങ്ങളെ നോക്കിയും കാണുകയൊക്കെ ചെയ്യുന്നത്. ഇതെല്ലാം വെച്ചും കൊണ്ടാണ് നമ്മളെ പഞ്ചായത്ത് പഠിച്ചാൽ പിന്നെ എല്ലാത്തിനും ഒരു അപേക്ഷ കൊടുത്ത് കിടക്കാനൊരു കിടക്കാടം വേണം. ഇതിനു വേണ്ടിയാണ് എൻ്റെ കുഞ്ഞ് പോയത്. അല്ലാതെ നമുക്ക് ഈ പിടിഞ്ഞാലേക്കുള്ള പഞ്ചായത്തിന് ഒരു സഹായവും കിട്ടുന്നിട്ടില്ല. രാജപ്പൻ, ഇതിനകത്ത് പിന്നെ ഈ സ്കൂളിലെ അധ്യാപകരാരെങ്കിലും സംസാരിച്ചോ നിങ്ങളോട്? എന്തെങ്കിലും കാര്യങ്ങൾ ഈ സംഭവത്തിന് ശേഷം എന്തെങ്കിലും പറഞ്ഞോ? അതിനെപ്പറ്റിയൊന്നും അറിയത്തില്ല. അതിനെപ്പറ്റി ഞാൻ ഇതിന് കൊണ്ട് ഞങ്ങൾക്ക് എങ്ങോട്ടും പാനോ എടുക്കാനോ ഒന്നിനും സമയം. ഞങ്ങൾ ഇപ്പം എല്ലാവരും വീട്ടിൽ തന്നെ കിടക്കുക. മിഥുന് ഒരു സഹോദരനുണ്ടെന്ന് തോന്നുന്നു അല്ലേ, അനുജനുണ്ടല്ലേ? ഇവിടെ കുറേ സാറന്മാർ വന്നിട്ട് പോയിട്ടുണ്ട്, അത് മാത്രം കണ്ടല്ല. അതിനെപ്പറ്റി യാതൊരു വിവരങ്ങളും അറിയത്തില്ല. ശരി. ഈ കേട്ടത് ഇതിനു മുമ്പ് തന്നെ നാട്ടുകാർ പലരും ഈ കാര്യം പറഞ്ഞതാണ്. ഇത് വളരെ പഴക്കം ചെന്ന സ്കൂളാണല്ലോ അല്ലേ, ഒരുപാട് കാലം പഴക്കമുള്ള സ്കൂളാണ്. അപ്പോൾ ഈ രാജപ്പന് തോന്നുന്നത് ഇത് ഒരുപാട് പഴക്കമുള്ള സ്കൂളാണ്. ഈ കുട്ടികളുടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് അവിടുത്തെ അധ്യാപകരൊക്കെ കാര്യമായി ശ്രദ്ധിക്കുന്ന
രീതി ഉണ്ടോ അവിടെ? സാറേ ആ സ്കൂളുമായിട്ട് എനിക്ക് നല്ല അടുപ്പമൊന്നുമില്ല. ഓ, എനിക്ക് അതിനെപ്പറ്റി കൂടുതലായിട്ട് അതിൻ്റെ വിവരങ്ങളൊന്നും അറിയത്തില്ല. മിഥുന്റെ പക്ഷേ വീട്ടുകാർ അവരുടെ ഇങ്ങനെ ബന്ധുക്കളൊക്കെ അടുത്ത് ആൾക്കാരിങ്ങനെ തന്നെയാണോ പറയുന്നുണ്ട്, ഉള്ളത്? ഈ കേബിളിൻ്റെ ആയാലും ഈ 10 സീറ്റിൻ്റെ ആയാലും കിടക്കുന്നതിൻ്റെ പേരിൽ ഒരുപാട് പാളിച്ച ആ സ്കൂളിൽ നിന്നുണ്ടെന്നുള്ളത്. എന്താണ് രാജപ്പൻ, ഒന്നുകൂടി പറയൂ. അത് മാനേജ്മെൻറ്റ് ശ്രദ്ധിക്കാത്തതിൻ്റെ കുഴപ്പങ്ങളാണ് കൂടുതൽ സംഭവിച്ചേക്കുന്നത്. ഉം. ഇപ്പോ മിഥുന്റെ ബന്ധുക്കളൊക്കെ അടുത്ത് തന്നെയാണോ ഉള്ളത്, വീടിന്റെ അടുത്ത് തന്നെയാണോ ഉള്ളത്? ആ എല്ലാവരും ഇവിടെ ഉണ്ട്. ഉം. ഇപ്പോൾ ഉണ്ടെന്ന് പറയുന്നത് അതിൻ്റെ അമ്മമ്മ തള്ളയും അച്ഛനും ആ ഒരു മോനും അപ്പൂപ്പൻ തന്തയും വല്യമ്മ തള്ളയും ഞങ്ങളുടെ മക്കളും എല്ലാവരും ഉണ്ട് അടുത്ത്. വല്യപ്പനെന്ന് പറഞ്ഞ ആളുടെ മക്കളും എല്ലാം കൊച്ചുമക്കളും എല്ലാം ഉണ്ട്. രാജപ്പൻ എന്നാണ് മിഥുനെ കണ്ടത് അവസാനമായി? ഞാൻ ഇതിനെ കാണുന്നത് മെനഞ്ഞാന്നാണ്. ഇന്നലെ എൻ്റെ മോനെ ഞാൻ കണ്ടില്ല. ഇന്നാണ് എല്ലാ 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 മാസവും എല്ലാ മാസവും 1-ാം തീയതി പിറക്കുന്ന സമയത്ത് എൻ്റെ വീട്ടിൽ രാവിലെ വന്ന് 1-ാം തീയതി ഇരിക്കുന്ന എൻ്റെ മോനാ. ഇന്നലെ ഞാൻ കണ്ടില്ല. ഇന്നും രാവിലെ ഞാൻ കണ്ടില്ല. ഇന്ന് രാവിലെ 10 മണിക്ക് ഈ ഒരു വാർത്തയാണ് കേൾക്കുന്നത്. ശരി.